ഹലോ ഗൈസ്, അപ്പം ഞാനും എമ്പുരൻ എന്ന് പറയുന്ന പടം കണ്ടു. എമ്പുരൻ അഥവാ ലൂസിഫർ 2 അല്ലെങ്കിൽ L2 അങ്ങനെ പല പേരിൽ അറിയപ്പെടും. അപ്പം ആ പടം ഞാൻ കണ്ടു. പടം കണ്ടിട്ടുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ, ഇന്ദ്രജിത്ത് ഇങ്ങനെ കുറേ പേരുള്ള ഒരു സിനിമയാണിത്. അപ്പം പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പം ഭയങ്കര ഒരു മോഹൻലാൽ ഫാന് അല്ലെങ്കിൽ ഭയങ്കര ഒരു പൃഥ്വിരാജ് ഫാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. തിയേറ്ററിലൊക്കെ നല്ല അടിച്ചു പൊളിച്ച് കാണാനുള്ള സാധനമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു നോർമൽ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ പടം അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇതിപ്പം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ്. പക്ഷെ ആ ലൂസിഫറിന്റെ അത്രയും ആ ഒരു ഇത് ഈ ഒരു പടത്തിന് വന്നിട്ടില്ല. അതിന്റെ 1/7 ഭാഗം പോലും ഇതിനകത്തില്ല. ലൂസിഫർ എന്ന് പറയുമ്പം ആ പടത്തിലാണെങ്കിൽ ഭയങ്കര ഓരോ സീനും നമുക്ക് രോമാഞ്ചം തരുന്ന, അല്ലെങ്കിൽ എന്നുവെച്ചാൽ ഓരോ സീനും കണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷേ എമ്പുരാനിലേക്ക് വരുമ്പം ആ ഒരു രസം ഇതിനകത്തില്ല. ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല ലാഭമുണ്ട്. കാരണം നമ്മളൊക്കെ ഉറങ്ങി വീഴത്തൊക്കെ ടൈപ്പുള്ള സാധനമൊക്കെയാണ് ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിലൊക്കെ. പിന്നെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെയോ തള്ളി നീക്കി കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് ഇന്റർവെല് കഴിയുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ കുറച്ച് സീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഈ പടത്തിൽ എടുത്തു പറയത്തക്ക ആണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അങ്ങനെ ഒന്നും എടുത്തു പറയത്തക്ക രീതിയിൽ തോന്നിയിട്ടില്ല. സാധാ ഒരു പടം, വലിയ സസ്പെൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അടുത്തതിന് നടക്കാൻ പോകുന്നു നമുക്കറിയാം. അതുകൊണ്ട് വലിയ സസ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മോഹൻലാലിന്റെ ഇൻട്രോ കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ഇന്റർവെൽ ബ്ലോക്കും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ആ ഒരു തുടക്കത്തിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അത് നല്ല അടിപൊളിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലും 2-3 സീനൊക്കെ ഉണ്ട്, അത് നല്ല അടിപൊളിയാണ്. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതിലെ ഫൈറ്റ് തരക്കേടില്ല എന്നേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഗംഭീര ഫൈറ്റ് ഒന്നൊന്നുമല്ല. ആ ഒരു ലാസ്റ്റ് ഫൈറ്റ് സീൻ വന്നപ്പം എനിക്ക് പല പല സിനിമകളും ഓർമ്മ വന്നു. കാരണം അതിനകത്തേക്ക് മെയിൻ സാധനം ഇതിനകത്ത് പിടിച്ചേക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും ഭയങ്കര ഹൈപ്പ് കൊടുത്ത രീതിയിൽ ഈ പടം വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതത്രയ്ക്ക് ഇല്ല. ഒരു ആവറേജ്, ബിലോ ആവറേജ് പടം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ വിഷ്വൽസ് ഒക്കെ നല്ല അടിപൊളിയാണ്. എടുത്തിരിക്കുന്ന രീതിയാണേലും കൊള്ളാം. ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന സ്റ്റോറി അതിപ്പോൾ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ കാണാത്ത ഒരാളാണെങ്കിൽ കണ്ടില്ലെങ്കിൽ അത് ഞാൻ പറയുമ്പം നിങ്ങൾക്ക് അതൊരു ഇതാണല്ലോ. അതുകൊണ്ട് അതേതായാലും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര നന്നായിട്ടില്ല. ആവറേജ്, ബിലോ ആവറേജ് ആ ഒരു രീതിയേ ഉള്ളൂ. അല്ലാതെ നോക്കുകയാണെങ്കിലും ആവറേജ് പടം അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വലിയ സംഭവവും കാര്യങ്ങളും ഒന്നുമില്ല. ആ കൊള്ളാവുന്നൊരു ഫൈറ്റ് ഉണ്ട്, ഒരു കാട്ടി വെച്ചുള്ള ആ ഫൈറ്റ് കൊള്ളാം. പിന്നെ മഞ്ജു വാര്യറിന്റെ ഒരു സീൻ, 1-2 സീനൊക്കെ ഉണ്ട്, അത് നല്ലതായിരുന്നു. പൃഥ്വിരാജിനെ പക്ഷേ എനിക്കൊന്ന് മോഹൻലാലിനെക്കാട്ടിലും നല്ല സ്ക്രീൻ പ്രസൻസ് പൃഥ്വിരാജിന് ഈ പടത്തിലുണ്ട്. പുള്ളിയെ കണ്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി ലുക്ക. ലൂസിഫറിന്റെ ഒക്കെ ഒരു ക്ലൈമാക്സ് നല്ല അടിപൊളിയായിരുന്നല്ലോ. പക്ഷേ എമ്പുരാനിൽ വന്നപ്പം ഫൈറ്റൊക്കെ ഉണ്ട്, എന്നാലും ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിനകത്തെ വില്ലന്റെ കഥാപാത്രമാണെങ്കിലും പുള്ളിയുടെ എൻട്രി ഒക്കെ നല്ല അടിപൊളി സാധനമായിരുന്നു. എൻട്രിയും ആ ഒരു ആദ്യത്തെ കുറച്ചു നേരമൊക്കെ നല്ല ഭയങ്കര ക്രൂരൻ ആയിട്ടുള്ളൊരു വില്ലനൊക്കെ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്നപ്പം എല്ലാ സിനിമയിലും ഉള്ള പോലെ തന്നെ നായകന്മാർ വരുന്നു, വില്ലനെ അടിക്കുന്നു, കൊല്ലുന്നു, ആ ഒരു രീതി തന്നെ ഇതിനകത്തും വന്നു. അല്ലാതെ തിരിച്ചൊരു 2-3 തല്ലെങ്കിലും കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ അവർ ഭയങ്കരമായിട്ട് ഒളിപ്പിച്ച് വെച്ച ആ ഒരു ക്യാമിയോ റോള് ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കാണിച്ചപ്പോഴും ഞങ്ങൾ ഇരുന്ന തിയേറ്ററിലൊന്നും ആ പുള്ളിയെ കാണിച്ചപ്പോഴൊന്നും ആർക്കും ആരാന്ന് പോലും അറിയത്തുമില്ല. തട്ടി ബഹളവും ഇല്ല, ഒന്നുമില്ല. ആരെയോ കാണിക്കുന്ന രീതിയേ ഉള്ളൂ. ആ ക്യാമിയോ റോളൊക്കെ അത്ര സുപരിചിതനായ ആളൊന്നും അല്ലല്ലോ ആ ഒരു ക്യാമിയോ റോളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ആ പുള്ളിയെ കാണിച്ചപ്പോഴും ആർക്കും, ഞാനൊക്കെ ഇരുന്ന ആ ഒരു തിയേറ്ററിൽ വലിയ ഓളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ലൂസിഫറിനകത്താണെങ്കിൽ ലാസ്റ്റ് മോഹൻലാല് പുള്ളിയുടെ പേര്, അതായത് എബ്രഹാം ഖുറേഷി എന്നൊക്കെ പറഞ്ഞ് ഒരു നടത്തമൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളി സാധനമായിരുന്നു. പക്ഷേ എമ്പുരാനിൽ വരുമ്പോഴും പുള്ളി ലാസ്റ്റ് പുള്ളിയുടെ പേര് ഭയങ്കര മാസമായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാസമായിട്ട് പറയുമ്പോഴും നമുക്കൊന്നും തോന്നത്തില്ല. കാരണം ചുമ്മാ ഒരാൾ പേര് പറയുന്നു എന്നുള്ള ഇതല്ലാതെ ഭയങ്കര മാസാണെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഫീലും തോന്നത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഇതിനകത്ത് ആകെ കൊള്ളാവുന്നത് മോഹൻലാലിന്റെ ഇൻട്രോ കൊള്ളാം. പിന്നെ ആദ്യത്തെ കുറച്ച് ഭാഗം ഈ പടത്തിന്റെ കൊള്ളാം. ഇന്റർവെല് തിരക്കേടില്ല. ഇന്റർവെല് കഴിഞ്ഞൊരു ഫൈറ്റ് ഉണ്ട്, അത് കൊള്ളാം. പിന്നെ ക്ലൈമാക്സ് വേണേ കണ്ടിരിക്കാം എന്നുള്ളൊരിതേ ഉള്ളൂ. ക്ലൈമാക്സിൽ ഒരു പാട്ട് ഇടുന്നുണ്ട്, പക്ഷെ ആ പാട്ടും ഈ ഫൈറ്റും കൂടെ അത്ര ഭയങ്കര ചേർച്ചയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ചില ഭാഗം വരുമ്പോൾ നല്ല ഒരിതുണ്ട്,
നല്ലൊരു സിങ്ക് ഉണ്ട്. പക്ഷെ അല്ലാതെ ചുമ്മാ ആ ഒരു പാട്ടിന് പറ്റിയ ഫൈറ്റ് പോലൊന്നും അല്ല ആ ഫൈറ്റിന് പറ്റിയ പാട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് ശരിക്കും ലൂസിഫറിന്റെ രണ്ടാം ഭാഗം അല്ലാതെ ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രമായിട്ട് ഇറക്കിയായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒക്കെ വിജയിക്കും. കാരണം നമ്മളിതിപ്പോൾ ലൂസിഫറിനെ പ്രതീക്ഷിച്ചാണല്ലോ ഈ എമ്പുരാൻ കാണാൻ പോകുന്നത്. അപ്പം സ്റ്റാൻഡ് അലോൺ ചിത്രമാണെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കത്തില്ല, പോയിരുന്ന് കാണും. അപ്പം ചിലപ്പോൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. ഇതിനകത്താണെങ്കിൽ മോഹൻലാല് ഖുറേഷി അബ്രഹാമായിട്ട് അത് കുറേ നേരമുണ്ട്. ഇതിനകത്ത് കുറേ സീൻ ഉണ്ടായിട്ട് ആ സീനിനൊന്നും തരാത്ത ഒരു ഫീല് ലൂസിഫറിനകത്ത് ആ ലാസ്റ്റിലത്തെ പുള്ളിയുടെ എൻട്രിക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. ഡയലോഗ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ നന്നാക്കാന്ന് എനിക്ക് തോന്നി. കാരണം ഡയലോഗ് ഒന്നും എപ്പോഴും പറയുന്ന പോലെ തന്നെ കൈയടിക്കത്തക്ക സാധനമൊന്നും ഇതിനകത്തില്ല. ഈ പടത്തിനകത്ത് കൈയടിക്കത്തക്ക സീൻ എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു ആകെ ഒരു ഒറ്റ സീൻ, രണ്ട് സീനുണ്ട്. ആകെ ആ ഒരു രണ്ട് സീൻ വന്നപ്പോഴേ ഉള്ളൂ എനിക്കും പിന്നെ എൻ്റെ തിയേറ്റർ അല്ല ആ തിയേറ്ററിലിരുന്ന് കുറച്ചു പേരെങ്കിലും കൈയടിച്ചിട്ടുള്ളൂ. ആ ഒരു രണ്ട് സീൻ അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ഈ ഒരു പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഇംഗ്ലീഷ് സിനിമകളെയൊക്കെ പല പല സീനുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. അതൊക്കെ സ്വാഭാവികമാണ്. ലാസ്റ്റ് ഫൈറ്റ് സീൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറേ പടങ്ങളുടെ ഓർമ്മ വന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചില സമയത്ത് ഓക്കെ, പക്ഷെ ചില സമയത്ത് എന്തോ ഒരു സിങ്ക് ഇല്ലാത്ത പോലെ തോന്നും. ഈ ഒരു പടത്തിൽ നല്ല രീതിയിൽ അഭിനയിച്ച ആരാണെന്ന് ചോദിച്ചാൽ വില്ലന്റെ ഓക്കെയാണ്, പിന്നെ മഞ്ജു വാര്യർ ഓക്കെ, പിന്നെ മോഹൻലാലും കുഴപ്പമില്ല, പിന്നെ ബാക്കി എല്ലാവരും ഓക്കെ എന്നുള്ള ഇതേ ഉള്ളൂ. കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ ഈ പടം കുറച്ചുകൂടെ നല്ല ലെവലിൽ പോയേനെ. കഥയൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കിയായിരുന്നെങ്കിൽ പടം ഫുള്ളേ സെറ്റായേനെ. പടം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കളക്ഷൻ നല്ല അടിപൊളിയായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഏതാണ്ടൊക്കെ ഭയങ്കര വിവാദവും കാര്യങ്ങളും ഒക്കെയാണ് ഈ പടത്തെ ചൊല്ലി തന്നെ. അതിന് വിവാദം വരണ്ടത്തക്ക രീതിയിലുള്ള സാധനമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഏതായാലും വിവാദം വന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 17 സീന് റീ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയായിരിക്കും എനിക്ക് തോന്നുന്നു തിങ്കളല്ലേ ചൊവ്വ ആ ഒരു ദിവസങ്ങളിൽ വേറൊരു വേർഷൻ ആയിരിക്കും ഈ പടത്തിന്റെ തിയേറ്ററിലൊക്കെ കാണാൻ പോകുന്നത്. മിക്കവാറും ഇനിയിപ്പോൾ കാണാൻ പോകുന്നവരൊക്കെ എഡിറ്റഡ് വെർഷൻ ആയിരിക്കും കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ പടത്തിന്റെ ഹിന്ദി ഡബും ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അതായത് ഇപ്പോൾ ഒരു സിനിമ ഹിന്ദി ഭാഷയിലും കൂടെ ഡബ് ചെയ്ത് ഇറക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പടം എന്തായാലും ലീക്ക് ആവുന്നുണ്ട്. ഹിന്ദി ഭാഷ വരുന്ന എല്ലാ പടവും എങ്ങനെ പോയാലും ഒരു 2-3-4-5 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ ലീക്കാവും. ഇപ്പം എത്ര സിനിമ തിയേറ്റർ റിലീസിന് ശേഷം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കുറേ സിനിമ ലീക്ക് ആവുന്നുണ്ട്. ഇതിനെതിരെയും കൂടി എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കും. അപ്പം നിങ്ങൾ ഈ ഒരു പടം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ചിലപ്പം ഈ ഒരു പടമൊക്കെ ആണെങ്കിൽ TV വന്നിട്ട് കാണാമെന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് TV കാണുമ്പം ചിലപ്പം ഒട്ടും ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ മാറും. അതുകൊണ്ട് കഴിവതും തിയേറ്ററിൽ തന്നെയൊക്കെ പോയി കണ്ടാൽ കൊള്ളാം. കാരണം ആ ഒരു ആംബിയൻസിലൊക്കെ ഇരുന്ന് കാണുമ്പം കുറച്ചുകൂടെ ഒരു എഫക്റ്റ് വരുന്നതാണ്. എനിക്കെന്തോ ഇപ്പഴം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാനങ്ങനെ ഒത്തിരി പ്രതീക്ഷിച്ചിട്ടൊന്നല്ല പോയത്. എന്നാലും നമ്മൾ ലൂസിഫർ കണ്ടല്ലോ, അപ്പം ആ ഒരിതെങ്കിലും എമ്പുരാനിലുണ്ടായിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് അതുമില്ല, അതിൻ്റെ താഴെ ഇങ്ങനെ താഴെ പോയി. അതാണൊരു പ്രശ്നമായത്. അല്ലെങ്കിൽ പടം സെറ്റായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയൊക്കെ പറഞ്ഞാലും പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ നല്ല അടിപൊളിയായി. വിഷ്വൽസ് ഒക്കെ ആണെങ്കിൽ സൂപ്പർ സാധനം. അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല അടിപൊളിയായി. കുറേ വിഷ്വൽസ് ഉണ്ടെന്നും പറഞ്ഞ് പടം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് ഈ പടം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ്. ഇതെല്ലാം എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ മാറാതിരിക്കാം. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഇനിയും ഒരു ഭാഗം കൂടെ ഉണ്ട്. ആയാലും ആ ഒരു ഭാഗം ഇറങ്ങുമ്പം ടിക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേ ബുക്ക് ചെയ്യുന്ന രീതി ഞാനിങ്ങ് നിർത്തി. ടിക്കറ്റൊക്കെ പതുക്കെ വിറ്റ് റിവ്യൂ ഒക്കെ കുറച്ച് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഈ എമ്പുരാനിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ടിക്കറ്റും ബുക്ക് ചെയ്തു. പക്ഷേ കണ്ടപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം അടുത്ത പാർട്ട് കാണണമെന്നും വലിയതൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. എൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ കമന്റ് ബോക്സിൽ പറയുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്താണ്. ഓക്കെ, ബൈ.